ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പീച്ചിലാണ് കേട്ടോ. പീച്ചിലും വെണ്ടയ്ക്കും നടിയിലാണ്. അപ്പം ഞാൻ കുറച്ച് പ്ലാവിൻ്റെ ഇല പെറുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അതിലിതാ ഈ പോട്ടി മിക്സാണ് നടക്കുന്നത് കേട്ടോ. അതിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. കമ്പോസ്റ്റൊക്കെ ഉണ്ട്, കുറച്ച് മണ്ണുണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാ പ്ലാവിൻ്റെ ഇല മടക്കി വെച്ച് അതിലും നിറച്ച് വെച്ച് അതിലെല്ലാം വിത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ പീച്ചിൻ്റെ വിത്താണ് ആദ്യം ഞാൻ അതിലൊക്കെ നട്ടിച്ചത്. പിന്നെ കുറച്ച് വെണ്ട വിത്തും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നടാൻ പോവാണ്. എല്ലാം അതിലും ഞാൻ പീച്ചിലും വെണ്ടയും നട്ടു. ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി കേട്ടോ. 4-5 ദിവസം ഇതെല്ലാം മുളച്ചു. പിന്നെ ഒരാഴ്ചയും കൂടി വെച്ചപ്പോൾ ഇങ്ങനെയായി കേട്ടോ. എല്ലാം മുളച്ച് വള്ളിയായി തുടങ്ങി ഒരു 1.5 ആഴ്ച ആയപ്പോഴേക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി നടാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ 2 പെട്ടിയിലാട്ടോ ഞാൻ ഇതൊക്കെ നടുന്നത്. അപ്പോൾ ഞാൻ ഈ മണ്ണൊന്നും മാറ്റണമൊന്നുമില്ല, നല്ലോണം ഒന്നുകൊണ്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഓരോ കുഴി കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല മഴയാണല്ലോ, പിന്നെ ഇപ്പം മണ്ണൊന്ന് മാറ്റി അതിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ ഉള്ള മണ്ണിൽ തന്നെയാണ് ഇപ്പം ഞാൻ നട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഈ കുഴിയിലൊക്കെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ചാണകപ്പൊടിയിലാണ് ഞാൻ ഇപ്പോൾ നട്ട് കൊടുക്കുന്നത്. കണ്ടോ, എൻ്റെ തയ്യൊക്കെ കണ്ടില്ലേ, അതിൻ്റെ അടിയിലൊക്കെ വേര് വന്നൊക്കെ കണ്ടില്ലേ. നമുക്ക് ഈ പ്ലാവിൻ്റെലൂടെ അങ്ങനെ മണ്ണൊരു കുഴി കുത്തിയിട്ട് അയക്കണം ഇറക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് ഈ തയ്യിനൊരു കേടും വരില്ല കേട്ടോ. എല്ലാതും മുളച്ച് വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നട്ടാൽ എന്താ പറയുക, നമുക്ക് അല്ലെങ്കിൽ നമ്മളിത് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടും, പിന്നെ വേര് പിടിച്ചിട്ടൊക്കെ വേണ്ട. ഇതൊന്നും വേണ്ട. പ്ലാവിൻ്റെ ഇല മണ്ണിൽ അലിഞ്ഞാണ് പോവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ വിത്ത് നടിയിലൊക്കെ. അപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും ഞാൻ അങ്ങനെ നടാൻ പോവാം കേട്ടോ. ഞാൻ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. മഴക്കാലമാണ്, എന്നാലും ഇപ്പം നല്ല വെയിലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പെട്ടിയും അതേമാതിരി തന്നെ അടുത്ത ഈ തെർമോക്കോളിൻ്റെ പെട്ടിയിലും ഞാൻ മണ്ണൊക്കെ ഇതാക്കി കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽക്കും കുറച്ച് ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്, ഇളകി കൊണ്ട്. അപ്പോൾ നമ്മൾ പീച്ചിൽ നടയിൽ കഴിഞ്ഞു കേട്ടോ. ഈ 2 പെട്ടിയിൽ നമ്മൾ പീച്ചിൽ നട്ട് നനച്ചും കൊടുത്തു കേട്ടോ. ഞാൻ 2 ദിവസം കൊണ്ട് ഇത് തെളിഞ്ഞ് ശരിയാവും കേട്ടോ. അപ്പോൾ എന്നിട്ടിപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തതാണിത് കേട്ടോ. നല്ല ഉഷാറായി തെളിഞ്ഞ് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.